എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ. ഞാൻ അശരീരി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഫൗണ്ടറാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു കോർ AI ടീം ബിൽഡ് ചെയ്യാൻ നോക്കുകയാണ്. ടു ബിഗിൻ വിത്ത് നമ്മൾ ഒരു 2 to 3 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് തുടങ്ങി. അവർക്ക് ആ ഒരു ഇൻഡെപ്ത് നോളജ് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് സൂപ്പർഫിഷ്യൽ നോളജ് ആണെന്ന് തോന്നിയിട്ട് അത് എക്സ്പീരിയൻസിന്റെ കുറവാണെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ 3 years ആൻഡ് അബോവ് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പം കുറേ പേര് ഇന്റർവ്യൂ ചെയ്ത് എനിക്ക് 2 പേരെ കിട്ടിയിരുന്നു, വെരി നോളജബിൾ. അപ്പം ഞാനൊരു ബെഞ്ച് മാർക്ക് വെച്ചിരുന്നത് എന്നെക്കാൾ കൂടുതൽ ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കണം ആസ് എ ടെക്നിക്കൽ റിസോഴ്സ്. ഞാനൊരു നോൺ ടെക്നിക്കൽ ഫൗണ്ടറാണ്, കുറേ AI റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ ആസ് എ നോൺ ടെക്നിക്കൽ ഫൗണ്ടർ ഒരാളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ടു ഫോർ എ ടെക്നിക്കൽ പൊസിഷൻ എന്നേക്കാൾ കൂടുതൽ അറിവ് എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു 2-3 ഏരിയാസിൽ ഹി ഓർ ഷീ ഷുഡ് ബി ഹാവിങ് ദാറ്റ്. അപ്പോൾ ആ ബെഞ്ച് മാർക്ക് വെച്ചിട്ട് എനിക്ക് 2 ആൾക്കാർ കിട്ടിയായിരുന്നു. ആൻഡ് അങ്ങനെയുള്ള ആൾക്കാരുടെ സാലറി എഗെയിൻ നമ്മുടെ ഈ ഒരു സാലറി സ്കെയിൽ ഉണ്ടല്ലോ, അതിൻ്റെ ഓൾമോസ്റ്റ് 2 to 3 times ആയിരുന്നു അവരുടെ എക്സിസ്റ്റിംഗ് സാലറി തന്നെ. ആൻഡ് ദെൻ for obvious reasons they were working at good companies also. കോർ AI കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്, ബട്ട് ആ ചുരുങ്ങിയ ആൾക്കാരുടെ സാലറി ഭയങ്കര കൂടുതലാണ്. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ ഒരു ടെക്നിക്കൽ കോഴ്സ് തുടങ്ങുന്നത്. ഈ ടെക്നിക്കൽ കോഴ്സ് ഒരു ലാംഗ്വേജ് മോഡൽ ഫ്രം സ്ക്രാച്ച് എങ്ങനെയാണ് ബിൽഡ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത് തുടങ്ങാൻ കാരണം ഇത് കൂടുതൽ ആൾക്കാരിലോട്ട് കോർ AI കേപ്പബിലിറ്റീസ് എത്തിക്കലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫസ്റ്റ് കോഴ്സ് തുടങ്ങിയിരിക്കുന്നത്. ഇതൊരു സെൽഫിഷ് ഗോൾ കൂടെയാണ്. എല്ലാവർക്കും നോളജ് ഫ്രീ ആയിട്ട് കൊടുത്ത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമല്ല. എനിക്ക് പേഴ്സണലി കൂടുതൽ ആൾക്കാർ കോർ AIയിൽ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള ഫൗണ്ടേഴ്സ് ബൂട്ട് സ്ട്രാപ്പ് അവർക്ക് എൻട്രി ലെവലിൽ തന്നെ ഹാൻഡ്സ് ഓൺ വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന റിസോഴ്സിന് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഒരു പേഴ്സണൽ ഗോളായിട്ട് ഇത് ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് നമ്മൾ അടുത്ത തിങ്കളാഴ്ച മുതലാണ് കോഴ്സ് മെറ്റീരിയൽസ് ഇറക്കുന്നത്. 10 മോഡ്യൂൾസ് ആണുള്ളത്. ആൻഡ് ദെൻ 2 ലൈവ് പ്രോജക്ട്സും ഉണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കാനാണ്. അതുകൊണ്ട് തന്നെ പൈത്തൻ്റെ ബേസിക് അറിഞ്ഞിരിക്കണം. ഓരോ പാർട്ട് ചെയ്യുമ്പോഴും എൻ്റയർ കോഡ് ബേസ് കാണിച്ച് ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോണത്. ബട്ട് ആ കംപ്ലീറ്റ് കോഡ് കോപ്പി അടിക്കുന്നതിന് പകരം പൈത്തൻ്റെ ബേസിക്സ് അറിഞ്ഞ് മനസ്സിലാക്കി ഓരോന്ന് ചെയ്യാൻ നോക്കുക. കംപ്ലീറ്റ് കോഡ് ബേസ് ഗിറ്റ്ഹബ് ലിങ്കും എല്ലാം ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ നോക്കി പഠിക്കാനും മെമ്മറി റിഫ്രഷ് ചെയ്യാനും എല്ലാം അത് റെഫർ ചെയ്യാം. ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ലാർജ് ലാംഗ്വേജ് മോഡൽ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് മോഡൽ ആർക്കിടെക്ചറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും അങ്ങനെ ഒരു മോഡൽ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാനും പിന്നെ ആ ബിൽഡ് ചെയ്ത മോഡലിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതും ഒപ്റ്റിമൈസ് ചെയ്യുന്നതെന്നും എല്ലാം പഠിക്കാൻ പറ്റും. അതിന് പുറമെ ഒരു ഓപ്പൺ സോഴ്സ് മോഡൽ എടുത്ത് എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് തന്നെ അത് ഫൈൻ ട്യൂൺ ചെയ്യുന്നത്, ഈ ഉണ്ടാക്കിയ മോഡൽ നമ്മൾ എങ്ങനെയാണ് ഒരു API ആയിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റം ഫ്രണ്ട് എൻഡ് ഉപയോഗിച്ച് ബാക്കിയുള്ളവരിലോട്ട് എത്തിക്കണം, അങ്ങനെ എല്ലാം പഠിക്കാൻ പറ്റും. ഓവറോൾ 10 മോഡ്യൂൾസും 2 ലൈവ് പ്രോജക്ട്സുമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ടെക് സ്റ്റാക്ക്, ഓരോ മോഡ്യൂളിലും നമ്മൾ എന്താണ് കവർ ചെയ്യുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം ഫൗണ്ടേഷൻ, പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ ആർക്കിടെക്ചർ, ടോക്കണൈസേഷൻ, ഡേറ്റ സെറ്റ് പ്രിപ്പറേഷൻ, എങ്ങനെയാണ് പ്രാക്ടിക്കലി ഒരു സ്മോൾ ലാംഗ്വേജ് മോഡൽ ബിൽഡ് ചെയ്യുന്നത്, ഫൈൻ ട്യൂൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ഫൈനലി ഡിപ്ലോയ് ചെയ്യുന്നത് എങ്ങനെയാണ്. അത് കംപ്ലീറ്റ് ഓരോ മോഡ്യൂൾ വൈസ് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡോക്യുമെൻ്റ് ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. നിങ്ങൾ ഇത് പഠിക്കാൻ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്ത് ആ ഓരോ മോഡ്യൂളിലും എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്, ടോപ്പിക്സ് എന്തൊക്കെയാണ്, പൈത്തൻ്റെ ബേസിക്സ് ഒക്കെ റിഫ്രഷ് ചെയ്യുക. എന്നിട്ട് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഈ കോഴ്സ് തുടങ്ങാവുന്നതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ
കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്യണമെന്ന് സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ പിങ് ചെയ്തു. ഞാൻ കൂടുതലും ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് അവിടെ പിങ് ചെയ്തെന്നാലും നമുക്ക് കണക്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്.